യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ഏറെ സന്തോഷത്തോടുകൂടി ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 5-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും പ്രഭാതത്തിലും നമ്മൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും രാജാവും ദൈവവുമായ കർത്താവിൻ്റെ അടുക്കലാണ്. ആ കർത്താവ് നിൻ്റെ നിലവിളിയുടെ സ്വരം എപ്പോഴും ശ്രവിക്കുവാൻ സന്നദ്ധനാണ്. മറുപടി തരുന്ന, നമ്മളോടൊപ്പം നടക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കെപ്പോഴും ആയിരിക്കാം. ആ കർത്താവിനോടൊപ്പം നമുക്ക് നടക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആ കർത്താവിൻ്റെ പ്രശ്നങ്ങളായി മാറട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആ കർത്താവ് എപ്പോഴും മാറ്റിത്തരട്ടെ. എൻ്റെ ദൈവത്തോടാണ്, എൻ്റെ രാജാവും എൻ്റെ നിലവിളി കേൾക്കുന്നവനുമായ എൻ്റെ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടെ ആ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ദിവസം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവം അവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ സമാധാനപ്രിയനായ എൻ്റെ ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷത്തോടുകൂടി ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.